ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. ആദിലയും നൂറയും തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, അതായത് നൂറ മുതലാളി ആദിലെ തൊഴിലാളിയുമാണല്ലോ. എല്ലാ ചെരുപ്പുകളും ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നന്നായി പെർഫോം ചെയ്തവർക്ക് മുതലാളിക്ക് ശമ്പളം എന്ന രീതിയിൽ കോയിൻ കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ നൂറ കൊടുക്കാനായിട്ട് തീരുമാനിച്ചവരുടെ കൂട്ടത്തിൽ ആദില ഉണ്ടായിരുന്നില്ല. മസ്താനിക്കും അഭിക്കുമാണ് കൊടുത്തത്. ഇതിൽ ആദിലയ്ക്ക് ഭയങ്കര വിഷമമുണ്ടായി. അപ്പോൾ പിന്നീട് എല്ലാവരും കൂടെ പറഞ്ഞപ്പോഴാണ് നൂറ ആദിലയ്ക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ കൊടുക്കാൻ തയ്യാറാവുന്നത്, ഷാനവാസിനുമൊക്കെ. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞപ്പോഴേ നിനക്ക് മനസ്സിലായുള്ളൂ അല്ലേ, ഞാൻ ഈ കഷ്ടപ്പെട്ടൊന്നും നീ കണ്ടില്ലേ എന്ന് ആദില ചോദിക്കുന്നുണ്ട്. അതൊരു നാടകമായിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് അത് നൂറയ്ക്ക് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നൂറ ആദിലേക്ക് കൊടുക്കുമ്പോൾ അതൊരു ഫേവറിറ്റിസമായിട്ട് ബാക്കിയുള്ളവർ നൂറയുടെ മേൽ പറയും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് നൂറ ആദിലേക്ക് കൊടുക്കാത്തത്. പക്ഷേ ആദില നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കിട്ടാത്തതിൻ്റെ ഒരു വിഷമം പുള്ളിക്കാരിക്കും ഉണ്ടായി. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം, അഭിപ്രായ ഭിന്നത ഇവർക്കിടയിൽ വന്നു. പിന്നീട് ബിഗ് ബോസ് ഇവരെ ലിവിംഗ് ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ട് നൂറയുടെ അടുത്ത് ചോദിച്ചു, കയ്യിൽ ബാലൻസ് ഉള്ള 2 ഗോൾഡ് കോയിനും 2 ബ്ലാക്ക് കോയിനും ഉണ്ടായിരുന്നു, ഇത് ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്ന്. വേണമെങ്കിൽ അവിടെ നൂറയ്ക്ക് അത് ആദിലേക്ക് കൊടുക്കാമായിരുന്നു. പക്ഷെ നൂറ ആദിലേക്ക് അങ്ങനെ കൊടുത്താൽ ഉടനെ ഫേവറിറ്റിസം എന്ന് പറയുന്ന ഒരു ആരോപണം വരും. പക്ഷേ അതിപ്പോൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും വരും. ഗെയിമറായിട്ട് ചിന്തിച്ച് വേണമെങ്കിൽ നൂറയ്ക്ക് ഒരെണ്ണം കൂടെ കൊടുക്കാമായിരുന്നു. 2 കൊടുത്തില്ലെങ്കിലും ഒരെണ്ണം ആദിലേക്കും ഒരെണ്ണം മറ്റൊരാൾക്കും കൊടുക്കാമായിരുന്നു വേണമെങ്കിൽ. പക്ഷെ നൂറ തീരുമാനിച്ചത് ആർക്കും ഇനി കൊടുക്കുന്നില്ല എന്നാണ്. തിരിച്ച് ബിഗ് ബോസിന് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ബ്ലാക്ക് കോയിനും ആർക്കും കൊടുത്തില്ല, ഗോൾഡ് കോയിനും ആർക്കും കൊടുത്തില്ല. അതങ്ങനെ ക്യാൻസൽ ചെയ്തു പോയി. അക്ബറിന് കോയിനൊന്നും കൊടുത്തിട്ടുമില്ല. കാരണം അക്ബർ ഈ തൊഴിലാളി യൂണിയൻ നേതാവെന്ന് പറഞ്ഞിട്ട് തൊഴിലൊന്നും ചെയ്യാതെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു എന്നാണ് നൂറ പറയുന്നത്. ശരിയാണ്, അക്ബർ തൊഴിലൊന്നും ചെയ്തില്ല, എന്റർടൈൻമെന്റിനാണ് ഫോക്കസ് ചെയ്തത്. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.